വെറുതെയാണല്ലോ. തിരിച്ചു വിളിക്കണോ? വേണ്ട. ഒന്നുകൂടി വിളിച്ചു നോക്കണോ? വേണ്ട. മനഃപൂർവ്വം എടുക്കാത്തതാണെങ്കിലോ? ഇനി എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിലോ? തിരിച്ചു വിളിച്ചേക്കാം. അതൊരു മാന്യതയാ. മനസ്സിന്റെ പ്രയാസം കൊണ്ടായിരിക്കും എടുക്കാത്തത്. ഹൃദയത്തിൽ നന്മയുള്ളവരെ എത്ര തവണ വിളിച്ചാലെന്താ? ഒന്നുകൂടി വിളിക്കാം. ഹലോ ഹലോ ഹലോ. എന്തു പറ്റി? റോഡിലൂടെ പാസ് ചെയ്ത് പോയപ്പോ ഞാൻ കണ്ടിരുന്നു. ഞാനും. പിന്നെന്താ ഒന്ന് നോക്ക പോലും ചെയ്യാത്തെ? എന്തോ തോന്നിയില്ല. അതുകൊണ്ടാണോ ആദ്യം എന്റെ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്? അല്ല, ഞാൻ ബൈക്ക് ഓടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ബൈക്ക് നിർത്തി ഫോൺ എടുത്തപ്പോഴേക്കും കോള് കട്ടായി. എന്തിനാ എന്നെ ഇങ്ങനെ അവഗണിക്കുന്നേ? മനസ്സ് തുറന്ന് സംസാരിച്ചതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. അത് തൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയാ. പക്ഷേ എനിക്ക് തന്നെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വേണ്ടേ നേരിട്ട് കാണാൻ. ഞങ്ങൾ ഒഴിവാക്കരുത് അഭിമന്യു. അനിയത്തിമാരും വലിയ പ്രയാസത്തിലാ. ഒഴിവാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് ഞാൻ പറഞ്ഞതല്ലേ. പ്രണയനൈരാശ്യം മൂത്ത് കുടിക്കാനും ആത്മഹത്യ ചെയ്യാനും ഞാൻ ദേവദാസും രമണനൊന്നും അല്ലല്ലോ. തനിക്കൊരു ജീവിതം ഉണ്ടാവുന്ന പോലെ എനിക്കും ഉണ്ടാവണം ഒരു ജീവിതം. ബി പ്രാക്ടിക്കൽ. അതിന് സൗഹൃദം ഒരു തടസ്സമല്ലല്ലോ അഭിമന്യു. ഒരിക്കലുമല്ല. എന്താവശ്യത്തിനും എന്നൊന്ന് വിളിച്ചാൽ മതി. ആ നിമിഷം ഞാൻ അവിടെ ഉണ്ടാവും. പക്ഷെ ദിവസവും തന്നെ കണ്ടുകൊണ്ടിരുന്ന എനിക്കൊരു ജീവിതം ഉണ്ടാവില്ല. എൻ്റെ മനസ്സങ്ങനെയാ. അതുകൊണ്ടാ ഞാൻ അവിടേക്ക് വരാത്തത്. ഞാൻ നിർബന്ധിക്കുന്നില്ല. എങ്കിലും സമയമുള്ളപ്പോ ഇങ്ങോട്ടേക്കൊക്കെ ഇറങ്ങണം. ഞങ്ങൾ എന്നും നന്ദിയോടെ മാത്രമേ ഓർക്കൂ. വെക്കട്ടെ.